ഇവിടെ ഈ മീനെ വട്ട എന്ന് പറയാൻ കാരണം വറ്റക്ക് മുതുകിലൊരു മുള്ളുണ്ടാവില്ലേ, ഈ കാണുന്ന പോലത്തെ മുള്ള്, അതുകൊണ്ടാണ് ഇവിടെ ഈ മീൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ചിലയിടത്ത് ഇതിന് മുള്ളെന്നാ പറയണേന്ന് ഇന്നലെ ഇട്ട വീഡിയോയിൽ എനിക്ക് കമൻ്റ് ആയിട്ട് വന്നിട്ടോ. ഇവിടെ പറയാൻ കാരണം ഈ സംഭവം തന്നെ ഉണ്ട്. അത് കണ്ടോ, ഈ ഒരു മുള്ള അവിടെ ഉള്ളത് കാരണമാണ് വറ്റക്ക് ഇങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ അതിനെ കറി ആക്കണേനെ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഇച്ചിരി കോളം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ആവശ്യത്തിനുള്ള പുളിയും കൂടി വെച്ചിട്ടുണ്ട്. 6 മീനിൽ 4 എണ്ണത്തിനെ ഞാൻ കറിയുമാക്കി, 2 എണ്ണത്തിനെ വറുക്കാനും വെച്ച്. പിള്ളേർക്ക് ഇവിടെ വറുത്തത് ഭയങ്കര ഇഷ്ടമുണ്ടോ. ഇതിനകത്തേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ മീൻ ഇടുന്ന സമയത്ത്. എന്നിട്ട് ആ മീൻ ഇട്ടൊന്ന് വെന്ത് കഴിഞ്ഞപ്പോഴേക്കാളും ഒരിത്തിരി ഫസ്റ്റ് തേങ്ങാപ്പാലില്ലേ, ആദ്യത്തെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അതും ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഒന്നും തിളക്കണ്ട. 1 മിനിറ്റ് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാട്ടോ. ചോറിൽ ഞാൻ കറിയായിട്ട് ഇതാണ് എടുത്തത്. പ്ലേറ്റിൽ ആ 2 മീനും കൂടി ഇരുന്നപ്പോൾ ഇല്ലേ, എന്താണെന്ന് വെച്ചാൽ ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ പ്ലേറ്റ് ഫുള്ള് ഇങ്ങനെ കവർ ചെയ്ത്. അപ്പോൾ ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിള്ളേർക്ക് 2 പേർക്കും വറുത്തതിനോടാണ് കേട്ടോ താല്പര്യം. അപ്പോൾ ഉച്ചക്കലത്തെ ഊണിൻ്റെ കറി ഇതൊക്കെ ആയിരുന്നു കേട്ടോ.